മേക്കപ്പ് ലുക്കിനെ അടിപൊളിയാക്കുന്നതും കൊളാക്കുന്നതും എന്താണെന്നറിയോ? It's the base. So in this video, let me tell you how you can achieve a flawless looking base. Hi guys, welcome back to Malabar Mingle. ഞാൻ ഹനാൻ. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതൊരു സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ദീസ് സ്മോൾ ചേഞ്ചസ് can actually make a huge difference in your makeup game. So നമുക്ക് അധികം സംസാരിച്ച് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് is to clean your face. സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു മൈസല വാട്ടർ വെച്ച് വേണമെങ്കിലും നിങ്ങളുടെ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അതും ചെയ്യാൻ. ഐ ഹാവ് എ ഡ്രൈ സ്കിൻ ടൈപ്പ്, അതുകൊണ്ട് തന്നെ ഐ പ്രിഫർ യൂസിങ് എ ഫേസ് വാഷ് ഓവർ എ മൈസല വാട്ടർ. കാരണം വേറൊന്നുമല്ല, ഐ ഫീൽ ലൈക്ക് മൈസല വാട്ടർ എൻ്റെ ഫേസിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യും. സോ യെസ്, ഫേസ് വാഷ് ഇറ്റ് ഈസ് ഫോർ മീ. ഇനി അടുത്തതായിട്ട് ഫോർ സം ഹൈഡ്രേഷൻ ഞാൻ ഈ ടോണറാണ് യൂസ് ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ഡു യുവർ മേക്കപ്പ് ഓർ സ്കിൻ കെയർ ഓൺ ഡ്രൈ സ്കിൻ. ഓക്കെ, നൗ ഐ പേഴ്സണലി പ്രിഫർ യൂസിങ് എ ഹൈഡ്രേറ്റഡ് ടോണർ ലൈക്ക് ദിസ് വൺ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാം. അതല്ല, ഇഫ് യു ഹാവ് ഓയിലി സ്കിൻ, നിങ്ങൾക്ക് എന്തായാലും ഒരു ഓയിൽ കൺട്രോൾ ടോണർ അതല്ലെങ്കിൽ ഒരു പോർ മിനിമൈസിങ് ടോണർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ബട്ട് പേഴ്സണലി ഐ ലൈക്ക് എ ഹൈഡ്രേറ്റിംഗ് ടോണർ. പ്ലസ് ദിസ് വൺ ഹാസ് ഗ്ലൈക്കോളിക് ആസിഡ് ഇൻ ഇറ്റ്. കാരണം എനിക്ക് നല്ല അത്യാവശ്യം കുറച്ച് ബ്ലെമിഷസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഐ ജെനുവൻലി എൻജോയ് യൂസിങ് ദിസ് വൺ. അടുത്തതായിട്ട് ഐ യൂസ് എൻ എസെൻസ്. നൗ ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു എസെൻസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് എ സീറം, ലൈക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് സീറം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് വൈറ്റമിൻ സി പോലുള്ള സിറംസ് യൂസ് ചെയ്യാനാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ദാറ്റ് ആസ് വെൽ. നൗ ദിസ് പ്രൊവൈഡ്സ് എൻ അഡീഷണൽ ലെയർ ഓഫ് മോയ്സ്ചർ ടു മൈ സ്കിൻ ആൻഡ് യു ക്യാൻ ക്ലിയർലി സീ ഹൗ ബ്യൂട്ടിഫുൾ മൈ സ്കിൻ ലുക്സ് ആഫ്റ്റർ ദിസ്. നല്ലൊരു ഗ്ലോ ഇത് പ്രൊവൈഡ് ചെയ്യും. പ്ലസ് മൈ സ്കിൻ ഫീൽസ് amazing after applying this. Next step is to use a moisturizer. Now this is very important as well. എനിക്കറിയാം നമ്മളിൽ പലരും മോയ്സ്ചറൈസർ, സ്പെഷ്യലി ഓയിലി സ്കിന്നുള്ള ആൾക്കാർ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാറുണ്ടെന്ന്. ബട്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. യുവർ സ്കിൻ നീഡ്സ് മോയ്സ്ചറൈസർ നോ മാറ്റർ വാട്ട് യുവർ സ്കിൻ ടൈപ്പ് ഇസ്. ആൻഡ് ഞാൻ പേഴ്സണലി എനിക്ക് ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണിത്. ഐ മസാജ് ഇറ്റ് ഇൻ ടു മൈ സ്കിൻ റിയലി വെൽ അൺടിൽ ഇറ്റ്സ് ഫുള്ളി അബ്സോർബ്ഡ്. അടുത്തതായിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനാവും. ഇതിപ്പോൾ തന്നെ ഒരു കറണ്ട് ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. ദിസ് സൺസ്ക്രീൻ ടിക്സ് ഓൾ ദ ബോക്സ് ഫോർ മീ. ലൈക്ക് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല, SPF 50 ഉണ്ട്, and it literally leaves my skin glowing. And the best part is that ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ കൂടിയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങാനും ഓയിലി സ്കിൻ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പ്രിഫർ എ മാറ്റിഫൈങ് സൺസ്ക്രീൻ ഇഫ് ദാറ്റ്സ് വാട്ട് യു ലൈക്ക്. ഒരു കുഴപ്പമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ പ്രോസസ്സ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഈ പറയുന്ന പ്രോഡക്ട്സ് ഒക്കെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് എ പ്രൈമർ. നൗ ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ആണ്. ഐ നോ ഇഷ്ടംപോലെ ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് പേഴ്സണലി ഐ പ്രിഫർ യൂസിങ് എ സിലിക്കോൺ ബേസ്ഡ് വൺ. കാരണം ഐ ഫീൽ നമ്മൾ നല്ലൊരു സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് റിയലി നീഡ് എ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ. നൗ ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത് എൻ്റെ പോഴ്സ് ഒക്കെ നല്ലോണം ഒന്ന് ബ്ലർ ഔട്ട് ചെയ്യും ആൻഡ് ഇറ്റ് ഗിവ്സ് മീ എ ബ്യൂട്ടിഫുൾ ബേസ്. ഇനി അത് മാത്രമല്ല, ഇത് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസിൽ എവിടെയൊക്കെയാണോ എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അവിടെ മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു യൂസ് എ കളർ കറക്റ്റർ. സോ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ റെഗുലർലി ചെയ്യാറില്ല, ഐ വിൽ ബി വെരി ഓണസ്റ്റ്. പക്ഷേ ഇനി ഞാനത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് തോന്നുന്നു എൻ്റെ ഡാർക്ക് സർക്കിൾസ് അത്രക്ക് അങ്ങോട്ട് പ്രൊമിനൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൺസീലർ യൂസ് ചെയ്താൽ തന്നെ ഐ കൻ ഈസിലി ഹൈഡ് ഇറ്റ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ആസ് യു കെൻ സി ഒരു പീച്ച് കളേർഡ് കറക്റ്ററാണ്. വേറൊന്നുമല്ല, എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഞാൻ പറഞ്ഞ പോലെ അത്രത്തോളം ഡാർക്ക് അല്ല, അത്രത്തോളം പ്രൊമിനൻ്റ് അല്ല. ബട്ട് ഇഫ് അറ്റ് ഓൾ യു ഹാവ് ലൈക്ക് എ ഡീപ്പർ സ്കിൻ ടോൺ ദെൻ ഫീൽ ഫ്രീ ടു യൂസ് എൻ ഓറഞ്ച് കറക്റ്റർ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ലൈ വെരി ലിറ്റിൽ പ്ലീസ്. കുറച്ച് വെച്ച് മാത്രം ബിൽഡ് ചെയ്യുക, ഓവർബോർഡ് പോവാതിരിക്കുക. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാം. ഇഫ് യു തിങ്ക് നിങ്ങളുടെ യൂസ് ചെയ്യാൻ പോകുന്ന കൺസീലർ അഥവാ ഫൗണ്ടേഷൻ നിങ്ങളുടെ ബ്ലെമിഷസ് ഒക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്കിപ്പ് ദ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആണ്. അതിനായിട്ട് ആപ്ലിക്കേഷൻ ഇസ് ദ കീ. നമ്മൾ പലരും ചെയ്യുന്ന കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്. ലൈക്ക് ഫൗണ്ടേഷൻ ഡയറക്റ്റ് ഫേസിൽ പമ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ആദ്യം തന്നെ കുറേ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. That's not how you should be going about it. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രോബ്ലം ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ വേണം അപ്ലൈ ചെയ്യാൻ ആൻഡ് ബിൽഡ് ഇറ്റ് ഫ്രം ദ. ദിസ് വേ യു വിൽ ഹാവ് എൻ ഐഡിയ നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് വേണമെന്ന്. പിന്നെ പ്ലീസ് ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് പമ്പ് ചെയ്യാതിരിക്കുക. ഐ നോ ഇൻസ്റ്റഗ്രാമിൽ വി സീ ഇറ്റ് ഓൾ ദ ടൈം, ബട്ട് കമോൺ, നമ്മൾ ഇൻസ്റ്റഗ്രാം വേൾഡിലല്ല ജീവിക്കുന്നത്. ഇൻ റിയാലിറ്റി അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല കേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത പോലെ പ്രോഡക്റ്റ് കൈൻ്റെ ബാക്കിലെടുത്ത് വാം അപ്പ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ദാറ്റ് വേ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷ്
കിട്ടും നിങ്ങളുടെ സ്കിന്നിൽ ഈ ഒരു ഫൗണ്ടേഷന്. പിന്നെ അത് മാത്രമല്ല, ഐ പേഴ്സണലി പ്രിഫർ യൂസിങ് എ ബ്രഷ്, ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു. നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാം, അതല്ല ബ്ലെൻഡർ വെച്ച് വേണമെങ്കിൽ അത് വെച്ച് ചെയ്യാം. അടുത്തത് കൺസീലർ ആണ്. അഗൈൻ ആവശ്യം ഉള്ളത് മാത്രം അപ്ലൈ ചെയ്യുക. പ്ലീസ് ഡോണ്ട് ഗോ ഓവർ ബോർഡ് വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ അണ്ടർ ഐസ് നല്ല ക്രീസിങ് കാണും, അതല്ലെങ്കിൽ അണ്ടർ ഐസ് ഭയങ്കര കേക്ക് ആയിട്ടൊക്കെ തോന്നും. Our aim should be to look more natural. And I know makeup will always look like makeup no matter what. പക്ഷെ I feel like നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നതും കറക്റ്റായിട്ട് ചെയ്യുന്നത് നമ്മളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ക്രാക്ക് ചെയ്താൽ മേക്കപ്പ് ഇസ് ഗോണ ബി സൂപ്പർ ഈസി. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കോൺടോറിങ്. പ്ലീസ് മുഖത്ത് ഡയറക്റ്റ് ആയിട്ട് കോൺടോർ വോണ്ട് വെച്ച് വരയ്ക്കല്ലേ. ഐ എം ഗിൽറ്റി ഓഫ് ഇറ്റ്. പക്ഷേ എനിക്ക് അറിയാം എൻ്റെ ഫേസിൽ എനിക്ക് എത്ര പ്രോഡക്റ്റ് വേണം, ഞാൻ എത്ര വരക്കണം എന്നുള്ളത്. ബട്ട് ഇഫ് യു ആർ എ ബിഗിനർ, പ്രോഡക്റ്റ് ആദ്യം കൈൻ്റെ ബാക്കിലെടുക്കുക, എന്നിട്ട് പ്രോഡക്റ്റ് ബ്രഷിലെടുത്ത് അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇഫ് യു ഡു ദിസ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ചൂസ് യുവർ ഷെയ്ഡ്സ് വൈസ്ലി. നെക്സ്റ്റ് ഇസ് ബ്ലഷ്. നൗ ഐ ലവ് ദിസ് വൺ. ഇനി ബ്ലഷ് വാങ്ങുമ്പോൾ, എസ്പെഷ്യലി ക്രീം ബ്ലഷ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഇറ്റ് ഷുഡ് നോട്ട് മൂവ് യുവർ മേക്കപ്പ്. പിന്നെ കഷ്ടപ്പെട്ടത് മൊത്തം വെറുതെ ആവും. ആൻഡ് ബ്ലഷ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. ഓയിൽസ് ഫേസിൽ ബ്ലഷ് എടുത്ത് വെച്ച പോലെ ഉണ്ടാവും, ആൻഡ് അതത്ര ഫ്ലാറ്ററിങ് അല്ല. നൗ ഫൈനലി ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു യൂസ് ലൂസ് പൗഡർ ആസ് വെൽ. നൗ ഞാൻ എൻ്റെ അണ്ടർ ഐസും സ്മൈൽ ലൈൻ ഏരിയ മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഫുൾ ഫേസ് സെറ്റ് ചെയ്യാൻ ഒട്ടും മടി വേണ്ട. സോ യെസ്, ഇതായിരുന്നു എൻ്റെ ക്വിക്ക് ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ ടു അച്ചീവ് എ ഫ്ലോലെസ് ലുക്കിംഗ് ബേസ്. നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ മേക്കപ്പ് ബേസ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ള കാര്യം ക്രാക്ക് ചെയ്യാത്തതാണെങ്കിൽ ഐ റിയലി ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. പിന്നെ ഈ പറഞ്ഞ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യമൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഐ വുഡ് ലവ് ടു നോ ദം. സോ യെസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശേസ്.